ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശ്യാമെന്തിനാണ് ഒരു കുറ്റസമ്മതം നടത്തുമ്പോൾ എന്നോട് സംസാരിക്കുന്നത്? വിക്രം എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്താ ശ്യാമ ഇത്? എനിക്ക് ഒരു തെറ്റിദ്ധാരണയും ശ്യാമിനോടില്ല. എന്റെ ഒരു കൂടപ്പുറപ്പിന്റെ സ്ഥാനത്താണ് ഞാൻ ശ്യാമിനെ കാണുന്നേ. അതാ ആരോരും ഇല്ലാത്ത ഞാൻ എന്റെ സങ്കടങ്ങൾ പറയാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് കുറച്ചു നേരം ഇരിക്കുമ്പോ എന്റെ വർഷയുടെ സാമീപ്യം അനുഭവപ്പെടുന്ന പോലെ തോന്നും എനിക്ക്. ഒരാശ്വാസം. വിക്രം, വർഷയ്ക്ക് വന്ന ആപത്തില് വിക്രമിനെ പോലെ തന്നെ ഞങ്ങള് സങ്കടപ്പെട്ടിരിക്കുക. എനിക്ക് എന്റെ മകള് നഷ്ടപ്പെട്ടതുപോലെയുള്ള ദുഃഖം എല്ലാ കാലത്തും ഉണ്ടാവും. സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട വേദനയും പിന്നെ ഭാര്യയില്ലാതായ വേദനയും രണ്ടും ക്ഷമയോടെ അനുഭവിക്കാനും സഹിക്കാനുമുള്ള സഹനശക്തി വിക്രമനുണ്ടാവട്ടെ. എന്നെ വർഷയുടെ അച്ഛൻ വിളിച്ചിരുന്നു. വർഷയുടെ മരണാനന്തര കർമ്മങ്ങൾ നടക്കുക. ഞാനതില് സംബന്ധിക്കണമെന്ന് അറിയിക്കാൻ. ഇഷ്ടമുണ്ടായിട്ടല്ല, എന്നാലും അച്ഛൻ വിളിച്ചറിയിച്ച കാര്യത്തിന് പങ്കെടുക്കണം തോന്നി. ഞാൻ അങ്ങോട്ട് പോവാ. ഇനിയും വല്ലപ്പോഴൊക്കെ വരണം. വിക്രമിന് എപ്പോഴും സ്വാഗതം. മതി. നിങ്ങളുടെ നല്ല മനസ്സിന് എപ്പോഴും ദൈവം തുണയ്ക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരിയമ്മേ. പാവം വിക്രം. വർഷ ഒരു പാവം കുട്ടിയായിരുന്നു. ആ ചായക്കടയിൽ അങ്ങോട്ട് കൊണ്ടിരുത്ത്. ആ ശരി സർ. റെയിൽവേ ഗേറ്റ് അടച്ചു കാണും. ഒരു ചായ കുടിച്ചിട്ട് പോവാം. അത് ശരിയാ, വെറുതെ അവിടെ ചെന്ന് കുരുക്കിലാവണ്ടല്ലോ. അവന് ചായ വേണമെന്ന് ചോദിക്കുക. നിനക്ക് ചായ വേണോടാ? വേണ്ട. ആ അങ്ങോട്ട് നിർത്ത്. ആ ചടങ്ങിന് കുടുംബാംഗങ്ങളെല്ലാം പങ്കെടുക്കുമ്പോ ജഗൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഓടി. സാറേ,
ദേ അങ്ങോട്ട് പോയി നോക്കാം, അങ്ങോട്ട് നോക്കാം. ആ, വാ, വാ. വാ സംഗീതനാഥോനാണല്ലോ വിളിക്കുന്നത്. അവരെന്നെ അങ്ങനെ വിളിക്കുന്ന പതിവില്ല. പിന്നെന്താ ഇപ്പൊ വിളിക്കണം തോന്നിയത്? എന്തെങ്കിലും കാരണം ഉണ്ടാവും. ഹലോ, ചന്ദ്രികയ്ക്ക് നമ്പർ മനസ്സിലായി കാണില്ല അല്ലേ? ഞാനാ നിന്റെ സഹോദരൻ അശോക് വർമ്മയുടെ ഭാര്യ സംഗീതയാ. മനസ്സിലായി. നാത്തൂന്റെ നമ്പർ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെ വിളിക്കാൻ തോന്നിയല്ലോ. ഞാൻ വിളിച്ചത് വർഷയുടെ വിവരം അറിഞ്ഞു. ആ, ഇപ്പോഴാ ഞാൻ അറിഞ്ഞത്. വർഷയുടെ ഭർത്താവ് വിക്രമിന്റെ നാവുകൊണ്ട് തന്നെ ആ വാർത്ത കേൾക്കേണ്ടി വന്നു. വിക്രമന്റെ നാവീന്നോ? അതെ. അച്ഛനെ സഹോദരനെ ധിക്കരിച്ചോണ്ട് ഇറങ്ങി വന്നതുകൊണ്ട് ഈ മഹാബാബിക്ക് ദൈവം തന്ന തിരിച്ചടിയ. സംഗീതേ, എന്തേത്? ആ, സഹോദരി, മാനത്തെ കൊട്ട